ഇവിടെന്ന് പറയുകയാ, ആദം സന്തതികൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്. ആദമിന്റെ മക്കൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ. പടച്ചവനെ, നമ്മളും മനുഷ്യരാ, മലക്കുകളല്ല. നമുക്ക് വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്. നമ്മളെ പിഴപ്പിക്കാൻ ഇബ്ലീസുമുണ്ട്, അവന്റെ അനുയായികളുണ്ട്. അല്ലാഹു ഗഫൂറാ, അല്ലാഹു റഹീമാ, വഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. അല്ലാഹുവിന്റെ റസൂൽ ഇവിടെന്ന് പറയുകയാ, ആദം സന്തതികൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്. ആദമിന്റെ മക്കൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ. പടച്ചവനെ, നമ്മളും മനുഷ്യരാ, മലക്കുകളല്ല. നമുക്ക് വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്. നമ്മളെ പിഴപ്പിക്കാൻ ഇബ്ലീസുമുണ്ട്, അവന്റെ അനുയായികളുണ്ട്. എല്ലാവരും നമ്മളെ പിഴപ്പിക്കാൻ നടക്കുകയാണ്. അതുകൊണ്ട് പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റൂല. നമ്മളൊക്കെ പാപം ചെയ്യുന്നവരാ. പക്ഷേ ഏറ്റവും നല്ലവനാരെന്നറിയോ? ഏറ്റവും നല്ലവനാരെന്നറിയോ? പാപം ചുമക്കുന്നവനല്ല, പാപം ചുമന്നുകൊണ്ട് നടക്കുന്നവനല്ല. ചെയ്തു പോയ പാപം അല്ലാഹുവോട് ഏറ്റു പറയുന്നവനാണ് ഏറ്റവും നല്ലവനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹു പൊറുക്കുമല്ലോ. അല്ലാഹു ഗഫൂറാ, അല്ലാഹു റഹീമാ. അതുകൊണ്ട് ഉസ്താദേ, ഞാൻ കള്ള് കുടിച്ചവനാണ്, ഞാൻ പെണ്ണ് പിടിച്ചവനാണ്, ഞാൻ പലിശ തിന്നവനാണ്, ഞാൻ എന്റെ ഭാര്യയെ വഞ്ചിച്ചവനാണ്, ഞാൻ എന്റെ ഭർത്താവിനെ വഞ്ചിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണെ നന്നാകാതെ നടക്കരുത്. നീ എത്ര വലിയ പാപം ചെയ്താലും നീ എന്തിനാ പേടിക്കുന്നത്? നിന്റെ അള്ളയുണ്ടല്ലോ, നിന്റെ റബ്ബുണ്ടല്ലോ. ആ റബ്ബുണ്ടെങ്കിൽ നീ എന്തിനാ പേടിക്കുന്നത്? പാപം ചെയ്യാത്ത ആരുമില്ല. എന്തിനാടാ ഭയപ്പെടുന്നത്? അല്ലാഹുവിനോട് ചോദിക്കാൻ നീ എന്തിനെ ഭയപ്പെടുന്നത്? ഖുൽയാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. എന്തിനാ മോളെ പേടിക്കുന്നത്? നിന്റെ റബ്ബിന്റെ മുന്നിൽ ചോദിക്കാൻ എന്തിനാ മടി കാണിക്കുന്നത്? നിന്റെ റബ്ബാരെന്നറിയോ? 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ. 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാ നിന്റെ റബ്ബ്. എന്നിട്ട് അല്ലാഹുവിന് സ്വർഗം കൊടുത്തെന്ന ഹദീസ് ഉണ്ടല്ലോ. എത്രയോ പെമ്മക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയവനല്ല പുറത്തു കൊടുത്തല്ലോ. മോളെ, നിന്നെ പോലെ ജീവിച്ചിരുന്ന ഒരു പെണ്ണിന്റെ മയ്യത്ത് കബറുമാന്തിയിട്ട് കബറിന്റെ അകത്ത് കിടന്നിട്ട് വ്യഭിചരിച്ചവനല്ലാഹു പുറത്തു കൊടുത്തടാ. ചെറുപ്പക്കാരാ, നീ പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? എത്ര വലിയ പാപം ചെയ്താൽ പടച്ച റബ്ബിന് കഴിയുമല്ലോ, അല്ലാഹു പുറത്തു തരുമല്ലോ. പക്ഷേ എന്തേ പൊറുക്കാത്തത്? എന്തേ പൊറുക്കാത്തത്? നമ്മളിൽ പലരും ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നില്ല. വെറുതെ പാപം പൊറുക്കെന്ന് പറഞ്ഞാ പോരാ. അല്ലാഹുവിന്റെ മുന്നിൽ പറയേണ്ടതുപോലെ പറയണം, പറയേണ്ടതുപോലെ പറയണം. പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സന്ന ഉന്തി തള്ളി വിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബ് നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അല്ലാഹുവോട് പറയേണ്ടതുപോലെ പറയടാമോര്. വെറുതെ കടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല, ഒരുപാട് കരഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് ദുആ ചെയ്തിട്ട് കാര്യമില്ല. പറയേണ്ടതുപോലെ ഒരു വാക്ക് പറഞ്ഞാ മതി. പറയേണ്ടതുപോലെ ഒരേ ഒരു വാക്ക് മണിക്കൂറുകൾ ദുആ ചെയ്യണമെന്നില്ല, പാതിരാത്രി കരയണമെന്നില്ല. പറയേണ്ടത് ഒരു വാക്കാണെങ്കിലും അല്ലാഹു പുറത്തു തരുമെന്ന് എത്രയോ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം
മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഒരു ചരിത്രം പറയുകയാ. മൂസാ നബിയുടെ മുന്നിലേക്ക് ജനങ്ങൾ വന്നിട്ട് പറയുന്നു, മൂസ നബിയേ, മഴയില്ല നബിയേ, മഴയില്ല നബിയേ, കുടിക്കാൻ വെള്ളമില്ല. പടച്ചവനെ, മൃഗങ്ങളെ പോലും ചത്തുപോവുകയാണ്, ഒന്നിനും കുടിക്കാൻ വെള്ളമില്ല നബിയേ. അല്ലാഹുവിനോട് പെടുന്ന ദുആ ചെയ്യുമോ? മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ജനങ്ങൾ വന്ന് പറയുകയാ. മൂസാ നബി അവിടുന്ന് ഒരു ദിവസം ജനങ്ങളെ മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്. എല്ലാവരോടും ഒരു ദിവസം അവിടുന്ന് ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടാൻ പറഞ്ഞു. അവിടുന്ന് ചരിത്രം പറയുകയാ. അങ്ങനെ ജനങ്ങൾ മുഴുവനും ഒരു ദിവസം അവിടുന്ന് ഒരുമിച്ച് കൂടുകയാണ്. 70,000-ൽ പരം വരുന്ന ആളുകളുണ്ട്. 70,000-ൽ പരം വരുന്ന ആളുകളുണ്ട്. എല്ലാവരും പടച്ചവര്, ആണും പെണ്ണും പ്രായമുള്ളവരും കുട്ടികളും ഗർഭിണികളും രോഗികളും 70,000-ൽ പരന്ന ജനസാഗരം ഒരുമിച്ച് കൂടുകയാ. മൂസാ നബി എല്ലാവരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് മൂസാ നബി ദുആ ചെയ്യുന്നു, അല്ലാ, മഴ തരണേ അല്ലാ. അവിടുന്ന് പടച്ചറപ്പിനോട് ദുആ ചെയ്യുകയാ. അവിടുന്ന് മഴ കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യുകയാ. മൂസാ നബി അവിടുന്ന് കൈപൊക്കിയിട്ട് ദുആ ചെയ്യുമ്പോ അതാ വരുന്നു മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറയുന്നു, നബിയേ, അല്ലാഹു മഴ തരൂല, അല്ലാഹു മഴ തരൂല. കാരണമെന്തെന്നറിയോ? കാരണമെന്തെന്നറിയോ? ഇരിക്കുന്ന ജനങ്ങൾക്ക് നടുവില് 40 വർഷമായിട്ട് അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്ന ഒരുത്തനുണ്ട്. ഈ വരുന്ന 70,000 വരുന്ന ജനങ്ങൾക്ക് നടുവില് 40 വർഷമായിട്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരുത്തനുണ്ട്. അവനിവിടന്ന് പോകാതെ റബ്ബ് മഴ തരില്ല നബിയേ. അവിടുന്ന് ചരിത്രം പറയുകയാ. മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് ജനങ്ങളോട് വിളിച്ചു പറയുകയാണ്. ജനങ്ങളോട് വിളിച്ചു പറയുകയാ, ഇരിക്കുന്ന ജനങ്ങൾക്ക് നടുവില് 40 കൊല്ലമായിട്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരുത്തനുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യില്ല. അവൻ എഴുന്നേറ്റ് പോകണം. മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് പറയുമ്പോ ജനങ്ങൾ പരസ്പരം നോക്കുകയാണ്. ആരാണല്ലോ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കരിച്ച് നടന്നവനാരാ? പടച്ചവനെ, എല്ലാവരും അവിടുന്ന് പരസ്പരം നോക്കുകയാണ്. ആ ജനങ്ങൾക്ക് നടുവില് അല്ലാഹുവിനെ മറന്നു നടന്ന മനുഷ്യനും ഇരിപ്പുണ്ട്. അവന് ചിന്തിച്ചു, അല്ലാ, എന്നെ കുറിച്ചാണല്ലോ റബ്ബ് പറഞ്ഞിരിക്കുന്നത്, എന്നെ കുറിച്ചാണല്ലോ മൂസാ നബി പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോ ഇവിടുന്ന് എഴുന്നേറ്റ് പോയാ ജനങ്ങൾ എന്നെ അറിയുമല്ലോ അല്ലാ, നാണം കെടുമല്ലോ അല്ലാ. ആ മനുഷ്യൻ എന്തേ ചെയ്തതെന്നറിയോ? ആ മനുഷ്യൻ പറഞ്ഞതെന്നറിയുമോ? അല്ലാഹുവേ, ഇത്രയും കാലം ചെയ്തത് പാപമാണല്ലോ, എന്തെന്ന് പോലും എനിക്കറിയില്ല. അല്ലാഹുവേ, ഇനി മുതൽ ഞാൻ നിന്നെ മറന്ന് ജീവിക്കില്ല അല്ലാ. ഇന്നുവരെ ചെയ്തത് മുഴുവനും നീ എനിക്ക് പുറത്തു തരണേ അല്ലാ, നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. ഇനി ഒരിക്കലും ഞാൻ നിന്നെ മറക്കില്ല അല്ലാ. നീ സ്വീകരിച്ച നീ മഴ തരണേ അല്ലാ. മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് റബ്ബിനോട് പറയുകയാ. നിമിഷങ്ങൾ കഴിയുമ്പോ ആകാശത്തിന്റെ വിരിമാറിൽ നിന്ന് മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് അവിടന്ന് മഴയങ്ങ് പെയ്യാൻ തുടങ്ങി. അവിടന്ന് മഴയങ്ങ് പെയ്യാൻ തുടങ്ങി. ഒരു മനുഷ്യനും എഴുന്നേറ്റ് പോയില്ല. എന്നിട്ടും അവിടന്നും മഴ പെയ്തല്ലോ. മൂസാ നബി അലൈഹിസ്സലാമിന് അവിടന്ന് അത്ഭുതമായി. അല്ലാഹുവേ,